തിരുമൂലദേവൻ്റെ തിരുമന്ത്രം 5-ാം തന്ത്രത്തിലെ മറ്റ് 2 മുക്തിമാർഗങ്ങളെക്കുറിച്ചുകൂടി നമുക്ക് മനസ്സിലാക്കാം. അതിലൊന്ന് സാരൂപ്യമുക്തിയും മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട സായുജ്യമുക്തിയുമാണത്. നമുക്കാദ്യം സാരൂപ്യമുക്തിയെപ്പറ്റി നോക്കാം. സാഷ്ടാംഗം ശിവനെ വന്ദിച്ചാകിൽ സാരൂപ്യം ലഭ്യം, തിട്ടമായത് സന്മാർഗത്താൽ അല്ലാതെ ലഭ്യം, അംഗങ്ങളോട് ഉടലും സർവവും വശമാവും, ഇങ്ങിത് വിശേഷമായുള്ളൊരു യോഗമത്രേ. അപ്പോൾ ഈ സാരൂപ്യമുക്തി എന്നുള്ളത് വിശേഷമായൊരു യോഗമാണ്. എന്താണ് വേണ്ടത്? ശിവനെ സാഷ്ടാംഗം നമസ്കരിക്കുക. ശിവനെ സാഷ്ടാംഗം നമസ്കരിക്കുക എന്ന് വച്ചാൽ അതിനർത്ഥം ഉടലും മനസ്സും ഉയിരും തന്നെ ശിവങ്കൽ സമ്പൂർണമായി സമർപ്പണം ചെയ്യുക, സമ്പൂർണ്ണ ശരണാഗതി അടയുക. അങ്ങനെ ശിവനിൽ ആരാണോ സമ്പൂർണമായി ശരണാഗതി അടയുന്നത് അവർക്ക് സന്മാർഗത്തിലൂടെ സാരൂപ്യമുക്തി, ശിവരൂപം തന്നെ ലഭിക്കും. അംഗങ്ങളോട് ഉടലും സർവവും വശമാവും, ഇങ്ങിത് വിശേഷമായുള്ളൊരു യോഗമത്രേ. അംഗങ്ങളും അതേപോലെ ഉടലും സർവവും ശിവരൂപമായി മാറുന്ന കാഴ്ച നാം ഇവിടെ കാണുന്നു. അപ്പോൾ ശിവരൂപമായി മാറുന്ന അത്ഭുതകരമായ ഒരു പരിവർത്തനമാണ്, പരിണാമമാണ് സാരൂപ്യമുക്തിയിൽ സാധകന് ലഭിക്കുന്നത്. ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കാവുന്നത് സുന്ദരമൂർത്തി സ്വാമികളെയും ചേരമാൻ പെരുമാളിനെയും അതേപോലെ തന്നെ ഔവ്വയാറിനെയുമാണ്. സുന്ദരമൂർത്തി സ്വാമികളും അതേപോലെ ഔവ്വയാറും ചേരമാൻ പെരുമാളും ശിവലോകത്തിലെത്തിച്ചെന്ന് ശിവപാർഷദന്മാരായി ശിവരൂപം ധരിച്ച് അവിടെ ജീവിക്കാൻ അവർക്ക് അവസരം ലഭിച്ചു. അതാണ് ഇവിടെ ഏറ്റവും വലിയ സവിശേഷത. സുന്ദരമൂർത്തിനാഥർ ശിവലോകത്ത് ശിവസായുജ്യമായി ശിവപാർഷദനായി മാറുന്നു. അപ്പോൾ ഈ ശിവപാർഷദന്മാരെല്ലാം ശിവരൂപികളാണ്. അങ്ങനെ ശിവൻ്റെ രൂപം ധരിച്ച ശിവപാർഷദന്മാരായി മാറുന്നു ശിവസാധകർ. ഈ അവസ്ഥ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുക്തി സാധനയാണ്. ഔവ്വയാരെ ഗണപതിയാണ് അത്ര എടുത്തുകൊണ്ട് പോയത്. എന്നിട്ട് ശിവൻ്റെ സാമീപ്യം ശിവരൂപിയാക്കി മാറ്റുന്ന കാഴ്ച നാം അവിടെ കാണുന്നു. ശിവശൈലമാക്കി മാറ്റുന്ന കാഴ്ച നാം അവിടെ കാണുന്നു. അപ്പോൾ ഇവരെല്ലാം തന്നെ ശിവരൂപികളായി മാറുന്നു. ഇതാണ് സാരൂപ്യ മുക്തി. ശിവരൂപം തന്നെ പ്രാപിക്കുക. ശരീരവും ഉടലും ഉയിരും എല്ലാം തന്നെ ശിവമയമായി മാറുന്ന അവസ്ഥ, ശിവരൂപമായി മാറുന്ന അവസ്ഥ. ഇതാണ് സാരൂപ്യമുക്തി. ഇനി അടുത്തത് സായുജ്യമുക്തിയാണ്. എന്താ നോക്കൂ, കൈവരും ശിവനോടുറ്റ സംബന്ധമത് മൂലം കൈവരും ശിവബോധം, ശിവത്തിനോടുള്ള ഐക്യവും ശൈവമാം ശിവത്തിന് ഇച്ഛ ചേരാതെ ചേർന്നുള്ളതേ ശൈവമാം ശിവാനന്ദ സായുജ്യമടയുന്നു. ഇതാണ് ശിവസായുജ്യമുക്തി. ശിവനായി തന്നെ മാറുന്ന, ശിവനിൽ തന്നെ ലയിച്ചു ചേരുന്ന അവസ്ഥ. അതായത് ഒരു ചെറിയ സമുദ്രം മഹാസമുദ്രത്തിൽ എങ്ങനെയാണോ ലയിച്ച് ചേരുന്നത്, അതേപോലെ ഒരു സമുദ്രത്തിലെ ജലം മുഴുവനും എപ്രകാരം മഹാസമുദ്രത്തിൽ ഒന്നായി അലിഞ്ഞു ചേരുന്നുവോ, പിന്നെ ആ ചെറുതോടില്ല, ആ ചെറിയ സമുദ്രമില്ല, പിന്നെ മഹാസമുദ്രം മാത്രമേ ഉള്ളൂ. അങ്ങനെ മഹാസമുദ്രമാകുന്ന ശിവനിൽ അലിഞ്ഞു ചേരുന്ന, ലയിച്ച് ചേരുന്ന ഒരവസ്ഥ. അതായത് ഉപ്പ് കടൽ വെള്ളത്തിൽ എപ്രകാരമാണോ ലയിച്ചു ചേർന്നിരിക്കുന്നത്, അതേപോലെ സാധകൻ മഹാശിവത്വത്തിൽ ലയിച്ചു ചേർന്നിരിക്കുന്നു. വേണമെങ്കിൽ നമുക്ക് ആ കടൽ ജലത്തെ എടുത്ത് വീണ്ടും വറ്റിച്ച് അതിനെ ഉപ്പാക്കി മാറ്റാൻ പറ്റും.
അപ്പോൾ ഇവിടെ ആ ലയനമാണ് സംഭവിച്ചിരിക്കുന്നത്. ആ ലയനം സർവസല്ലയനം, ആ പാലിൽ എപ്രകാരമാണോ വെള്ളം ലയിച്ചു ചേരുന്നത്, അതേപോലെ സാധകൻ ശിവഭഗവാനിൽ ലയിച്ചു ചേരുന്ന സായുജ്യാവസ്ഥ. ഇതാണ് അദ്വൈതഭാവം. ഏറ്റവും വലിയ ആ അദ്വൈതമായ ഭാവം ഇവിടെ നാം കാണുന്നു. ഇതാ, നമുക്കിനി അതിൻ്റെ അർത്ഥം നോക്കാം. കൈവരും ശിവനോടുറ്റ സംബന്ധം അതുമൂലം, ശിവനോട് നിരന്തരം സമ്പർക്കം ചെയ്ത് ശിവോഹം ശിവോഹം എന്ന ആ മന്ത്രസാധനയുടെ ആത്യന്തികമായ കരയിലെത്തിച്ചേർന്നവർ കൈവരും ശിവബോധം, ശിവത്തോടുള്ള ഐക്യവും, ശിവബോധം കൈവന്ന് ശിവ ഐക്യത്തിൽ ശിവലയനത്തിൽ എത്തിച്ചേരുന്നു. അങ്ങനെ ശൈവമാം ശിവാനന്ദ സായുജ്യമടയുന്നു. അങ്ങനെ ശൈവമായ ശിവാനന്ദ സായുജ്യത്തിൽ ഒരു സാധകൻ എത്തിച്ചേരുന്നു. വളരെ പ്രധാനപ്പെട്ട കാര്യമാണിത്. ഇതാണ് ഏറ്റവും വലിയ അദ്വൈത ഭാവം. അഹം ബ്രഹ്മാസ്മി, തത്വമസി തുടങ്ങിയ മഹാവാക്യ തത്വങ്ങൾ ഇവിടെ നാം ഓർക്കുക. ആ സായുജ്യ ഭാവം, സായുജ്യമുക്തി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു മുക്തി സാധനയാണ്. ഇതാ നോക്കൂ, മന്ത്രമാകുന്നതും മഹാമരുന്നാകുന്നതും തന്ത്രമാകുന്നതും പിൻദാനങ്ങളാവതും മേൽ സുന്ദരമാവതും പിൻധർമ്മവുമെല്ലാം എൻ്റെ തന്തയാം ശിവൻ തൻ്റെ പാദപത്മങ്ങളല്ലോ. തിരുമൂലരുടെ തിരുമന്ദിരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടച്ചിങ് എന്ന് പറയാവുന്ന ഹൃദയദ്രവീകരണ ശക്തിയുള്ള ഒരു മന്ത്ര പാടലാണിത്. മന്ത്രമാകുന്നതും നീയേ, നീയാണ് എൻ്റെ മന്ത്രം. മഹാമരുന്നാകുന്നതും നീയേ, എൻ്റെ മഹാമരുന്നും നീയാണ്. തന്ത്രമാകുന്നതും നീയ്, എല്ലാ ദാനങ്ങളും നീയ്. സുന്ദരമാവതും നീയ്, ധർമ്മവും നീയ്. എല്ലാം എൻ്റെ ശിവൻ തൻ്റെ പാദപത്മങ്ങളല്ലോ. അപ്പോൾ എല്ലാം ശിവനിൽ തന്നെയാണ് കുടികൊള്ളുന്നത്. ശിവനിൽ തന്നെ, ആ പാദപത്മങ്ങളിൽ തന്നെ ഞാനും ലയിച്ചു ചേർന്നിരിക്കുന്നു എന്ന അവസ്ഥ. ഈ ലയന പ്രക്രിയയുടെ ഏറ്റവും നല്ല ഉദാഹരണം വള്ളലാറുന്ന രാമലിംഗസ്വാമികളാണ്. അദ്ദേഹം ശരിക്കും സായുജ്യമുക്തി നേടിയ ആളാണ്. ശിവനുമായി ലയിച്ചു ചേർന്ന, ശിവനുമായി ഒന്നായി ചേർന്ന, പിന്നെ രാമലിംഗസ്വാമികളെ കണ്ടിട്ടില്ല ആരും. വള്ളലാരെ പിന്നെ ആരും കാണുകയുണ്ടായിട്ടില്ല. അദ്ദേഹം ഇവിടെ ശിവനിൽ ലയിച്ചു ചേരുന്ന ഒരു അവസ്ഥയാണ്. ഇതാണ് സായുജ്യമുക്തി. നിങ്ങൾക്ക് വള്ളലാരെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു പുസ്തകമുണ്ട്, ആ പുസ്തകം നോക്കിയാൽ മതി. ഞാനത് പിന്നീട് സമയം കിട്ടണമെങ്കിൽ പറയാം. സെയിൻറ്റ് രാമലിംഗർ എന്ന് പറഞ്ഞിട്ട് പാത്വേ ടു ഗോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകത്തിൽ സെയിൻറ്റ് രാമലിംഗരെ പറ്റി ജി വാത്മീകിനാഥൻ എഴുതിയ ഒരു ഇംഗ്ലീഷ് പുസ്തകമാണ്. ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഭാരതീയ വിദ്യാഭവനാണ്. വള്ളലാരുടെ ജീവിതത്തെക്കുറിച്ച് നാം തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ട, ശൈവത്തെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ വള്ളലാരെക്കുറിച്ച് മനസ്സിലാക്കുക തന്നെ വേണം. വള്ളലാരുടെ സ്ഥാപിതമായ സമരസ സന്മാർഗം എന്താണെന്ന് കൂടി നാം മനസ്സിലാക്കണം. സമരസ സന്മാർഗം, അതായത് യൂണിവേഴ്സൽ ബ്രദർഹുഡ്. ഇനി വരാനിരിക്കുന്ന കാലം അതാണത്. ആ സർവ്വലോകവും ഏക സഹോദരങ്ങളെ പോലെ കഴിയുന്ന സമരസ സന്മാർഗം വള്ളലാരുടെ മഹത്തായ സംഭാവന. വള്ളലാരുടെയല്ല, ശിവഭഗവാന്റെ ഏറ്റവും മഹത്തായ ഒരു ഇച്ഛയാണ് ഈ സമരസ സന്മാർഗ വീഥി. അതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് ഈ സെയിൻറ്റ് രാമലിംഗർ എന്ന ഈ പുസ്തകത്തിൽ ജി വാത്മീകിനാഥൻ വിശദമാക്കുന്നുണ്ട്. ഈ പുസ്തകം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ പെടുത്തുകയാണ്. വള്ളലാരുടെ കവിതകളെക്കുറിച്ച്, വള്ളലാരുടെ ജീവിതത്തെക്കുറിച്ച്, വള്ളലാരുടെ ഇതിഹാസതുല്യമായ സമരസ സന്മാർഗത്തെക്കുറിച്ചെല്ലാം ഇതിൽ വളരെ വ്യക്തമായിട്ട് ഈ പുസ്തകത്തിൽ വർണ്ണിക്കുന്നുണ്ട്, വിവരിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഈ പുസ്തകം പരിശോധിക്കുക. അപ്പോൾ സായുജ്യമുക്തി എന്താണെന്ന് നാം ഇവിടെ കാണുന്നു.
അതിലെ ഏറ്റവും പ്രധാനം ഇതാണ്: മന്ത്രമാകുന്നതും മഹാമരുന്നാകുന്നതും തന്ത്രമാകുന്നതും പിൻദാനങ്ങളാവതും സുന്ദരമാവതും ധർമ്മമാകുവതും ശിവൻ തൻ്റെ പാദപത്മങ്ങളല്ലോ. ശിവൻ്റെ പാദപത്മങ്ങളാണ് എല്ലാം. അതിനപ്പുറമൊന്നുമില്ല. ഈ ചെറിയ ഞാനും ആ പാദപത്മങ്ങളിൽ ലയിച്ചു ചേർന്നിരിക്കുന്നു. ഇതാണ് സായുജ്യം മുക്തി. ഇതാണ് മഹത്തായ അദ്വൈത ദർശനം. ഞാനും ഭഗവാനും ഞാനും ശിവനും ഒന്ന് തന്നെ, അല്ലാതെ മറ്റണ്ടില്ല. എല്ലാം ഒന്ന്. ഇവിടെ തിരുമന്ദിരം ആരംഭിക്കുന്നത് ഒന്ന് എന്ന അക്കത്തിലാണ്. നമ്മൾ നേരത്തെ കണ്ട ആദ്യത്തെ എപ്പിസോഡുകളിൽ കണ്ടതാണ്. 1 മുതൽ 8 വരെയുള്ള സംഖ്യകളുടെ പ്രത്യേകതകൾ നാം കണ്ടു. അതിൽ എല്ലാം ഒന്നായിത്തീരുന്ന ആ അദ്വൈതാനുഭവം, ശിവാദ്വൈതം, ഇതിനെയാണ് ശിവാദ്വൈതം എന്ന് പറയുന്നത്. ഈ ശിവാദ്വൈതം തന്നെയാണ് പിന്നീട് ഭാരതത്തിൻ്റെ ആത്മീയ ദർശനത്തിൻ്റെ കാതലായി രൂപപ്പെട്ടത്. ഓം ശിവായ തിരുമൂലദേവായ നമഃ.